എടാ, അങ്ങനെ ജീവിക്കുന്നതിന്റെ സുഖം നിനക്കും അറിയില്ലേ? എടാ, നമ്മൾ തമ്മിൽ ഇനിയും ആ ഗോപാലിന്റെ പേരിൽ വഴക്കുണ്ടാവും, അതെനിക്ക് ഉറപ്പാണ്. പക്ഷെ എന്തൊക്കെ സംഭവിച്ചാലും നിനക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ ഓടിയെത്താൻ ഞാൻ എന്നും ഉണ്ടാവും. അത് ഈ മുകുന്ദന്റെ വാക്കാ. എടാ, നീ കരയാണോ? ഒന്ന് പോടാ, ഞാൻ കരയൊന്നുമല്ല. ശരി, നീ ഒന്ന് പോടാ. പോടാ അവിടുന്ന്. ഇവര് തമ്മിലുള്ള പ്രശ്നങ്ങളൊക്കെ ഇത്രയേ ഉള്ളൂ. നല്ല ഇംപ്രൂവ്മെന്റ് ഉണ്ട്. അധികം വൈകാതെ വാർഡിലേക്ക് മാറ്റാം. 2 ദിവസം കഴിഞ്ഞാൽ ഡിസ്ചാർജ് ചെയ്യാൻ കഴിഞ്ഞേക്കും. എനിക്ക് ഡിസ്ചാർജ് ആവാൻ ഒരു ധൃതിയില്ല ഡോക്ടറെ. ഈ ഹോസ്പിറ്റലിൽ എന്നെ അഡ്മിറ്റ് ചെയ്യില്ലെന്നും പറഞ്ഞ് കുറെ പിള്ളേർ പ്രശ്നം ഉണ്ടാക്കിയപ്പോ ഡോക്ടർ ഇടപെട്ടിട്ടാ എന്നെ ഇവിടെ അഡ്മിറ്റ് ചെയ്തെന്ന് സഞ്ജു പറഞ്ഞു. എനിക്കൊരു ഉപകാരം ചെയ്തവരെ ഞാൻ ഒരിക്കലും മറക്കില്ല. ഡോക്ടർക്ക് എന്ത് സഹായം വേണമെങ്കിലും ഒരു മടിയും കൂടാതെ എന്നോട് ചോദിക്കാം. ഞാൻ എന്റെ ഡ്യൂട്ടിയാണ് ചെയ്തത്. അതിനാരുടെ സഹായത്തിന്റെ ആവശ്യമൊന്നുമില്ല. എന്നാലും എന്റെ ഒരു സന്തോഷത്തിന്. എടോ, എന്റെ ഇത്രയും കാലത്തെ പ്രാക്ടീസിനിടയിൽ ആദ്യമായിട്ടാ ഒരു രോഗിയുടെ ജീവൻ രക്ഷിച്ചതിന് എനിക്ക് കുറ്റബോധം തോന്നുന്നത്.